അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന പ്രായം കൂടി 28-29 ഇയേഴ്സ് എങ്കിലും ആയി മിനിമം. ഫസ്റ്റ് ബേബി ഉണ്ടാവുന്നത് തന്നെ ഒരു 32 ഇയേഴ്സിലേക്ക് ആകുമ്പോൾ പിന്നെ സ്ത്രീകൾ കരിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ബേബിയുടെ ആ കുട്ടി ഒന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി 6-7 വയസ്സായി കഴിഞ്ഞിട്ട് മതി സെക്കൻഡ് ബേബി എന്ന് വിചാരിക്കും. അത് വളരെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഡിസിഷനാണ്. പക്ഷേ അതേസമയം അതിൻ്റെ കൂടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പ്രായം അപ്പോഴത്തേക്കും 38 എബോവ് ആവും, പലപ്പോഴും 40 ക്രോസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തന്നെ ട്രൈ ചെയ്യുമ്പോൾ പണ്ട് നമുക്ക് 30 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന ഒരു പ്രഗ്നൻസി റേറ്റ് അപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അതിൽ അങ്ങനെയുള്ള കപ്പിൾസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വേറെ ഫെർട്ടിലിറ്റി ഇഷ്യൂസായിട്ട് ഈ ഏജ് റിലേറ്റഡ് എഗ്ഗിൻ്റെ നമ്പറിലും ക്വാളിറ്റിയിലും ഉണ്ടാകുന്ന ഡിക്ലൈൻ ആയിരിക്കും മേജർലി ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള അവർക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനും കുറച്ച് റിലക്റ്റൻ്റ് ആണ്. അതായത് ആദ്യത്തെ കുട്ടി ഉണ്ടായല്ലോ, അപ്പോൾ ഇതും ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഉണ്ടാകും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ, ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് എന്താ പറയുന്നത് ബ്രേക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് ഒരു പെർ മന്ത് സക്സസ് റേറ്റൊക്കെ 5% താഴെ ആകുമ്പോൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് IUI IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ബേബിക്ക് വേണ്ടിയുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുന്ന എസ്പെഷ്യലി ലൈവ് ബർത്ത് കുട്ടിയുള്ള ആൾക്കാരിൽ പുരുഷന്മാർ പലപ്പോഴും സെമൻ അനാലിസിസ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോലും വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ ഇതും ഓവർ ഇയേഴ്സ് ചിലപ്പം 8-10 വർഷം കൊണ്ട് ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ കോമോർബിഡ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് കൊണ്ടുണ്ടാകുന്ന കണ്ടീഷൻസ് എല്ലാം നമ്മുടെ സെമനിൻ്റെ ക്വാളിറ്റിയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും. അപ്പം ഈ രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ ഇഷ്യൂസ് പലപ്പോഴും നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയിൽ കാണാറുണ്ട്.